ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 0034/2026. ഇതിന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുട്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുട്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? കേരള സമാചാരം. ഓപ്ഷൻ എ കേരള സമാചാരം. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ക്യാപ്റ്റൻ വില്യം കീലിംഗ്. ഓപ്ഷൻ സി ക്യാപ്റ്റൻ വില്യം കീലിംഗ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കേഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചതാരാണ്? സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കേഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധവുമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? എം എൽ ദിംഗ്ര. ഓപ്ഷൻ ബി എം എൽ ദിംഗ്ര. 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ജെയിംസ് രണ്ടാമൻ. ഓപ്ഷൻ ഡി ജെയിംസ് രണ്ടാമൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ. ഓപ്ഷൻ ബി തോമസ് ജെഫേഴ്സൺ. 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? സീൻ നദി. ഓപ്ഷൻ ഡി സീൻ നദി. സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിന്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിന്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? റേഡിയോമെട്രിക് റെസല്യൂഷൻ. ഓപ്ഷൻ സി റേഡിയോമെട്രിക് റെസല്യൂഷൻ. മധ്യ ഉയര മേഘങ്ങൾക്ക് 2 to 8 കിലോമീറ്റർ താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? മധ്യ ഉയര മേഘങ്ങൾക്ക് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോ ക്യുമുലസും. ഓപ്ഷൻ സി ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോ ക്യുമുലസും. ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മധ്യ ഹിമാലയങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി മധ്യ ഹിമാലയങ്ങൾ. ഗണ്ഡക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? ഗണ്ഡക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? ബീഹാറും ഉത്തർപ്രദേശും. ഓപ്ഷൻ എ ബീഹാറും ഉത്തർപ്രദേശും. കേരളത്തിലെ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? കേരളത്തിൽ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? കണ്ണൂർ, കാസർഗോഡ്. ഓപ്ഷൻ എ കണ്ണൂർ, കാസർഗോഡ്. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? മഹാരാഷ്ട്ര. ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഓപ്ഷൻ സി ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഒരു രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? ഒരു രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണ് ഉള്ളത്? ധനകാര്യ സെക്രട്ടറി. ഓപ്ഷൻ എ ധനകാര്യ സെക്രട്ടറി. സർവോദയ പദ്ധതിയുടെ വക്താവ്. സർവോദയ പദ്ധതിയുടെ വക്താവ് ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. മുമ്പ് ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നറിയപ്പെട്ടിരുന്നു. 1929 ഇത് സ്ഥാപിതമായി. മൂന്നും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മൂന്നും ശരിയാണ്. NBFC എന്നാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ഓപ്ഷൻ സി. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്?
42ാമത്. ഓപ്ഷൻ സി 42ാമത്. ഇന്ത്യയുടെ ഏത് പ്രദേശത്തു താമസിക്കാനും താമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നതിലൂടെ നൽകുന്നു? ഇന്ത്യയുടെ ഏത് പ്രദേശത്ത് താമസിക്കാനും താമസമാക്കാനുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നതിലൂടെ നൽകുന്നു? ആർട്ടിക്കിൾ 19(1)(ഇ). ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 19(1)(ഇ). അവശിഷ്ടാധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവശിഷ്ടാധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ. ഓപ്ഷൻ എ കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്നവ പ്രകാരം സ്ഥാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്ന പ്രകാരം സ്ഥാപിച്ചു. ഓപ്ഷൻ ബി 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറയുന്ന ശുപാർശകൾ പരിഗണിക്കുക. 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറയുന്ന ശുപാർശകൾ പരിഗണിക്കുക. 1. നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ അത് ശുപാർശ ചെയ്തു. 2. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. 3. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം. 4. ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ജില്ല. മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 4. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. 4 ശരിയാണ്. ഓപ്ഷൻ ഡി. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. ഓപ്ഷൻ സി ഗ്യാനേഷ് കുമാർ. പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു. പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു. ഒന്നാമത്തെ നിയമത്തിന് മുന്നിലുള്ള തുല്യത. 2. ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിന്റെ അഭാവവും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം. 1ഉം 2ഉം മാത്രം. നിയമത്തിന് മുന്നിലുള്ള തുല്യത, ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിന്റെ അഭാവവും. ക്ഷേമരാഷ്ട്രം പലപ്പോഴും ഇനി പറയുന്നവർക്ക് ഒരു മാർഗമായി ന്യായീകരിക്കപ്പെടുന്നു. ക്ഷേമരാഷ്ട്രം പലപ്പോഴും ഇനി പറയുന്നവയ്ക്കുള്ള ഒരു മാർഗമായി ന്യായീകരിക്കപ്പെടുന്നു. ഒന്നാമത്തെ എല്ലാവർക്കും കുറഞ്ഞ ജീവിത നിലവാരം ഉറപ്പാക്കുക. 2. വിതരണ സമത്വം പ്രോത്സാഹിപ്പിക്കുക. 3. സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം മാത്രം. 1ഉം 2ഉം 3ഉം മാത്രം. സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത്. സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ഭരണപരിഷ്കാര കമ്മീഷൻ 1966. ഓപ്ഷൻ എ 1 മാത്രം. ഭരണപരിഷ്കാര കമ്മീഷൻ 1966. ഓപ്ഷൻ എ. ഭരണത്തിൽ 3 പ്രധാന മാറ്റ സാധ്യതകൾ ICTകൾ നൽകുന്നു. ഭരണത്തിൽ 3 പ്രധാന മാറ്റ സാധ്യതകൾ ICTകൾ നൽകുന്നു. ഓട്ടോമേഷൻ, ഇൻഫർമറ്റൈസേഷൻ, പരിവർത്തനം, സ്വകാര്യവൽക്കരണം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം മാത്രം. 1ഉം 2ഉം 3ഉം. 1ഉം 2ഉം 3ഉം മാത്രം. എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെന്ററി മേൽനോട്ടത്തിൽ ഇവ ഉൾപ്പെടുന്നു. എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെന്ററി മേൽനോട്ടത്തിൽ ഇവ ഉൾപ്പെടുന്നു. ആൻസർ വരുന്നത് 1 പാർലമെന്ററി കമ്മിറ്റികൾ. പിന്നെ 2 ചോദ്യോത്തര സമയവും 0 മണിക്കൂറും. പിന്നെ 4 അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കൽ. 1ഉം 2ഉം 4ഉം ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 2, 2ഉം 4ഉം മാത്രം. ഓപ്ഷൻ എ. NFHSനായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസി. NFHSനായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള നോഡൽ ഏജൻസി. 2 ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 2 മാത്രം.
സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6-14 വയസ്സ് ഇനി പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചു. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇനി പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചു. ഒന്നാമത്തെ ആർട്ടിക്കിൾ 21A ചേർക്കൽ. രണ്ടാമത്തെ ആർട്ടിക്കിൾ 45ലേക്കുള്ള ഭേദഗതി. പിന്നെ മൂന്നാമത്തെ 86-ാം ഭരണഘടനാ ഭേദഗതി. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 മാത്രം. 1, 2, 3 മാത്രം. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. ഒന്നാമത്തെ കയറും പിന്നെ മൂന്നാമത്തെ കശുവണ്ടിയും കൈത്തറിയും. 1ഉം 3ഉം മാത്രം. ഓപ്ഷൻ എ 1ഉം 3ഉം മാത്രം. പുതിയ കേരള മോഡൽ പഴയ മോഡൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പുതിയ കേരള മോഡൽ പഴയ മോഡൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. രണ്ടാമത്തെ ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്കും മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിലേക്കും ശ്രദ്ധ മാറ്റുക. രണ്ടാമത്തെ മാത്രം. ആൻസർ എന്ത്? ഓപ്ഷൻ ബി 2 മാത്രം. MGNREGA പാസ്സാക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത്. ഒന്നാമത്തെ 2005 ഓഗസ്റ്റ് 23, 2005 ഓഗസ്റ്റ് 23, 2005 സെപ്റ്റംബർ 5. ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1 മാത്രം. ഉച്ചഭാഷകളുടെ ഉപയോഗം സംബന്ധിച്ച് 2000-ലെ ശബ്ദ മലിനീകരണ നിയമങ്ങൾ അനുസരിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉച്ചഭാഷകളുടെ ഉപയോഗം സംബന്ധിച്ച് 2000-ലെ ശബ്ദ മലിനീകരണ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ നിയമങ്ങൾ അനുസരിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒന്നാമത്തെ രാത്രി സമയങ്ങളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനമുണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ എന്നത് നിർവചിച്ചിരിക്കുന്നു. പിന്നെ മൂന്നാമത്തെയാണ് വർഷത്തിൽ പരമാവധി 15 ദിവസത്തേക്ക് ഉത്സവങ്ങൾ, സാംസ്കാരികമോ മതപരമോ ആയ കാര്യങ്ങൾക്ക് അർദ്ധരാത്രി വരെ ഉപയോഗം നീട്ടാൻ ഒരു സംസ്ഥാന സർക്കാരിന് അനുവദിക്കാം. നാലാമത്തെ അർദ്ധരാത്രി വരെയുള്ള ഇളവ് നിയുക്ത നിശബ്ദ മേഖലകൾക്ക് ബാധകമല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം 4ഉം മാത്രം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്നതിനുള്ള നിയമങ്ങളും പ്രക്രിയയും സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ശരി? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്നതിനുള്ള നിയമങ്ങളും പ്രക്രിയയും സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ശരി? ഏതാണ് ശരി? ഒന്നാമത്തെ നോർവീജിയൻ പാർലമെന്റ് 5 അംഗങ്ങളെ നിയമിക്കുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് സമ്മാനം തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ രാജ്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയും സ്റ്റാൻഡിംഗ് ആർമികളുടെ എണ്ണവും കുറയ്ക്കുന്നതും മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാൾക്കാണ് സമ്മാനം നൽകുന്നത്. പിന്നെ നാലാമത്തെയാണ് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ സമവായത്തിലൂടെ വിജയിയെ തിരഞ്ഞെടുക്കാം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉം മാത്രം. താഴെ പറയുന്നതിൽ കുട്ടികളിൽ 5-ാം പനി മൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത ഏതാണ്? താഴെ പറഞ്ഞതിൽ കുട്ടികളിൽ 5-ാം പനി മൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത ഏതാണ്? ന്യൂമോണിയ. ഓപ്ഷൻ ബി ന്യൂമോണിയ. ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? മാൻടോക്കസ്. ഓപ്ഷൻ ഡി. മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികളുടെ എണ്ണം 126. ഓപ്ഷൻ സി 126. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി. ഓപ്ഷൻ എ ജീവകം ഡി. താഴെ പറയുന്നവയിൽ അർബുദ രോഗ ലക്ഷണമല്ലാത്തത് ഏത്? താഴെ പറഞ്ഞതിൽ അർബുദ രോഗ ലക്ഷണമല്ലാത്തത് ഏത്? വേഗത്തിൽ ശരീരഭാരം കൂടുക. വേഗത്തിൽ ശരീരഭാരം കൂടുക. എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത്? എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത്? മാർച്ച് 4. ഓപ്ഷൻ എ മാർച്ച് 4. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ടാൻസാനിയ. ഓപ്ഷൻ സി ടാൻസാനിയ. കേരളത്തിലെ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കേരളത്തിലെ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കാസർഗോഡ്. ഓപ്ഷൻ ഡി കാസർഗോഡ്. 30 kg പിണ്ഡമുള്ള ഒരു വസ്തുവിന്മേൽ 60 kg പിണ്ഡമുള്ള മറ്റൊരു വസ്തു പ്രയോഗിച്ച ആകർഷണ ബലം എഫ് ആണെങ്കിൽ 30 kg പിണ്ഡമുള്ള വസ്തു 60 kg പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എത്രയായിരിക്കും?
ആൻസർ ഓപ്ഷൻ ബി എഫ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗതയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗതയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ശബ്ദം ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി. ഒരു സ്പ്രിംഗ് ബാലൻസിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന 10 N ഭാരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന അളവ് ഡാഷ് ആയിരിക്കും. 10 ന്യൂട്ടൺ. ആൻസർ ഓപ്ഷൻ സി 6 ന്യൂട്ടൺ. ഓപ്ഷൻ സി 6 ന്യൂട്ടൺ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100 ആം വിക്ഷേപണവുമായി അടയാളപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, NVS-02. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം അലുമിനിയം. താഴെ പറയുന്നതിൽ ഏതാണ് ജെയ്ഡ് ഐസോട്ടോൺ? 50ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ജർമ്മേനിയത്തിന്റെ ഐസോട്ടോൺ ഓപ്ഷൻ ഡി. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടന പ്രവചനവും. കോട്ടയത്ത് തമ്പുരാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോട്ടയത്ത് തമ്പുരാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ ബി ജമീമ റോഡ്രിഗസ്. ഓപ്ഷൻ ബി. ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ എന്തൊക്കെയായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം ഒരു നിരൂപകനായിരുന്നു. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു. രാജാരാജന്റെ മാറ്റൊലി അദ്ദേഹത്തിന്റെ കൃതിയാണ്. 1, 2, 4. ഓപ്ഷൻ സി. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആരംഭിച്ച വർഷം. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ച വർഷം 1969. ഓപ്ഷൻ ബി 1969. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആരാണ് ഈ വരികളുടെ രചയിതാവ്? ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആരാണ് ഈ വരികളുടെ രചയിതാവ്? ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. ഓപ്ഷൻ സി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികം എപ്പോഴാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികം എപ്പോഴാണ്? നവംബർ 23, 2025. നവംബർ 23, 2025. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2025 നവംബർ 1. 2025 നവംബർ 1. 20,480 രൂപയ്ക്ക് 6.25% വാർഷിക പലിശ നിരക്കിൽ 2 വർഷം 73 ദിവസത്തേക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട് പലിശ. 20,480 രൂപയ്ക്ക് 6.25% വാർഷിക പലിശ നിരക്കിൽ 2 വർഷം 73 ദിവസത്തേക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട് പലിശ 2,929 രൂപ. എക്സ് ഒരു ജോലിയുടെ 1/4 ഭാഗം 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. വൈന് 40% ജോലി 40 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനും സെഡിന് ജോലി 1/3 ഭാഗം 13 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനും കഴിയും. ആരാണ് ആദ്യം ജോലി പൂർത്തിയാക്കുക? സെഡ്. ഓപ്ഷൻ സി. എക്സ് വൈയുടെ 80% ആണെങ്കിൽ 2x എത്ര ശതമാനമാണ് വൈ? 62 1/2%. 110 മാമ്പഴങ്ങൾ വിൽക്കുന്നതിലൂടെ 120 മാമ്പഴങ്ങളുടെ വില ലഭിക്കുകയാണെങ്കിൽ ലാഭശതമാനം 9 1/11%. 3ന്റെ ആദ്യ 5 ഗുണിതങ്ങളുടെ ശരാശരി 9. 3:24 5:120. ഓപ്ഷൻ എ. നൂറ്റാണ്ടിന്റെ അവസാന ദിവസം ആകാൻ കഴിയില്ല. ചൊവ്വാഴ്ച. ഒരു ക്ലോക്ക് 11:25 കാണിക്കുന്നുവെങ്കിൽ അതിന്റെ കണ്ണാടി പ്രതിബിംബം എത്രയായിരിക്കും? കണ്ണാടി പ്രതിബിംബം 12:35. ശ്രേണിയിലെ തെറ്റായ സംഖ്യ കണ്ടെത്തുക. 3, 8, 15, 24, 34, 48, 63. 34. OX എന്നത് 39 ആയി കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയൺ എന്നതിന്റെ കോഡ് നമ്പർ എന്തായിരിക്കും?
50. In the following groups of words, all but one are synonyms. Find out the odd one out. Robbing, grouping, driving, fumbling. Driving. Choose the right correlative from the options given below and complete the following sentence. Gardening is good hobby. Dash, it helps to relieve stress. Moreover. Option B. Replace the underlined words with one word in the following sentence. When I met my friend after several years, he or she spoke to me with an unsatisfied desire about our good old school days. Option A, wistfully. Add the right question tag into the following statement to make it question. Some of us were not ready to go to the concert. Answer in the option C. Were we? Complete the following sentence with the right phrasal verb. Choose your answer from the options given below. It is difficult to dash your good name once you have lost it. Option C. Get back. Change the following sentence from active to passive. Choose your answer from the given options. Rash driving causes many accidents. Option A. Many accidents are caused by rash driving. Fill in the blanks with the correct tense form of the verb given in brackets. If you had gone to the first, you dash able to see the magic show. Option D. Would have been able. He was trying to convince her, but it was pointless. He was trying to convince her, but it was pointless. In the above sentence, the underlined words can be replaced by an idiomatic expression. Choose the appropriate idiom from the list given below. Option C, beating a dead horse. Change the following sentence into reported speech. Do you expect a large crowd for the meeting? The manager asked me. Option C. The manager asked if I expected a large crowd for the meeting. Fill up suitably. The place is infested dash rats. Option B. With. ശീകരം എന്ന വാക്കിന്റെ സമാനപദം കണ്ടെത്തുക. ശീകരം. ജലഗണം. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭീഷ്മർ. താഴെ പറഞ്ഞതിൽ ശരിയായ രൂപമേത്? ഓപ്ഷൻ ബി. അനാച്ഛാദനം. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? പുള്ളിയൻ. ഓപ്ഷൻ സി. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ ബി. അവസാനിപ്പിക്കുക. സ്വാശ്രയം എന്നതിന്റെ വിപരീത പദം എന്ത്? പരസ്യപ്പെടുത്തുക. സ്വാശ്രയം പരാശ്രയം. വിപരീതം. സ്വാശ്രയം വിപരീതം പരാശ്രയം. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്. അഗ്നിയെ സംബന്ധിച്ച്. ഓപ്ഷൻ ബി. അഗ്നിയെ സംബന്ധിച്ച്. വിണ്ടലം എന്ന പദം തിരിച്ചെഴുതുക. വിൻ പ്ലസ് സ്ഥലം. ഓപ്ഷൻ ബി. ശ്വേനം, ശശാദനം എന്നിവ ഏതിന്റെ പര്യായങ്ങളാണ്? പരുന്ത്. മകളുടെ മകൻ ഒറ്റപ്പദം കണ്ടെത്തുക. ദൗഹിത്രൻ. ഓപ്ഷൻ ബി. താങ്ക് യു.